ഇതെന്തിനാ പൊളിക്കുന്നത്? ഇതെന്തിനാ പൊളിക്കുന്നത്? ടെട്രാ. ये टेट्रा का इंजन है ना? അല്ല टाटा का। टाटा का, ये टाटा का। कौन सा कंपनी है भैया? टाटा। मेड इन चेक रिपब्लिक। टेट्रा। टेट्रा ना हमारे टेट्रा है ना? टेट्रा इंजन मेड इन चेक रिपब्लिक। टेट्रा का है ना भैया? टेट्रा പുള്ളിക്കാരൻ അറിയത്തില്ല. ആ ടെട്രാ കാ. എത്ര സിലിണ്ടർ ആണെന്നറിയാമോ? 12 സിലിണ്ടർ. ഇത് പെട്രോളാ വണ്ടി. 8 में 15 8 में 8 नहीं है ना, 8 का ज़्यादा आएगा। 15 यही ना? इधर ही 1 2 3 4 5 6 7 8। हाँ अरे 1 2 3 4 5 6 7 8 സിലിണ്ടർ. ഇത് ടെട്രയുടെ എഞ്ചിൻ ആണെന്ന് വെച്ചാൽ അതുപോലും ഇവന്മാർക്ക് അറിയില്ല. അതായത് ഇത് പണ്ട് കാലത്ത്, അതായത് നമുക്ക് അറിയത്തില്ലേ ഷെല്ലില്ലേ മറ്റേ സാധനം, അതിന്റെ പേരെന്നായിരുന്നു? ഇവിടെ കറക്റ്റ് എഴുതി ഫ്ലൈറ്റിന്റെ എഞ്ചിൻ പോലെ ഉണ്ട്. നോക്ക്, ടെട്ര. ഇതാണ് ടെട്രയുടെ ആ ഒരു ഫ്ലൈറ്റ് എഞ്ചിൻ പോലത്തെ. ഇത് ടെർബോയുടെ ഭാഗം. ഈ സാധനം എന്താ മോനെ, ഇതാ ടെർബോ ലീഫ്. പണ്ട് കാലത്ത് ബീരങ്കി ഇല്ലേ, ബീരങ്കി ലഡാക്ക് പോലത്തെ ഏരിയന്റെ അകത്ത് സാധാ നമ്മുടെ വണ്ടിയും കൊണ്ട് വലിഞ്ഞു കയറൂലായിരുന്നു, വലിയൂലായിരുന്നു. അങ്ങനെ വരുത്തിയ സാധനം ഇറങ്ങുന്നില്ല ഇപ്പം. ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ മിസൈൽ വഴിയല്ല എല്ലാ സാധനം ചെയ്യുന്നത്. ദൈവമേ, ടെട്രയുടെ സെൽഫ് നോക്കിയാ നിങ്ങള്. ഇതൊക്കെ പോയ എന്ത് എന്റെ ഏടാ, ഇത്തിനാ പെടാനാ. നിങ്ങൾ മറ്റേ ഇത് കണ്ട ചിരിക്കും. ഏതാടാ മറ്റേ ഇത് നമ്മുടെ ടാറ്റയുടെ ഒക്കെ തലയിലെ ലൈലാൻഡ് ഒക്കെ ഉണ്ട്. ഏക്കായേ ഡബ്ബ മേളത് അലുമിനിയം. ഓ അലുമിനിയം. ഇതാ ഇതിലൊക്കെ ടെട്രാന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ ഇതിന്റെ സാധനം ടെട്രാ. ഓ അങ്ങനെയൊന്നും കംപ്ലൈൻറ്റ് ഇങ്ങനെ ഒടിയൊന്നുമില്ല. ഇവനെ ഇത് നമുക്ക് വേണ്ടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം ഗൈസ്. എന്തായാലും നമുക്ക് ഇത് ഓരോന്നോരോന്നായിട്ട് ഊരിയെടുക്കണം. ഇപ്പോഴത്തെ പ്രശ്നം ഇതല്ല. ഇപ്പോഴത്തെ നമ്മുടെ ഗിയർ ബോക്സ് ഇല്ല, അതാണ് സർദാർജി അതിലെ നോക്കി അലുമിനിയം ആണോ വരിക?